തിരുവനന്തപുരം കഴക്കൂട്ടം ആണ്ടൂർ കോണത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ഒരാൾ പിടിയിൽ. സംഘർഷമുണ്ടാക്കിയ ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയുടെ കൂട്ടാളി ഫഹദാണ് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പഞ്ചായത്ത് അംഗം അടക്കം 2 പേർക്ക് പരിക്കേറ്റിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഫ്ലക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആണ്ടൂർ കോണത്ത് വലിയ സംഘർഷമായി മാറിയത്. കഴിഞ്ഞ ദിവസം രാത്രി CI2 നേതാവായിട്ടുള്ള അഷ്റഫ് ആണ്ടൂർ കോണത്ത് GR അനിലിന് വേണ്ടി ഒരു ഫ്ലക്സ് സ്ഥാപിക്കുന്നു. എന്നാൽ ഗുണ്ടാ നേതാവായ മകൻ ആഷിഖ് വന്ന് ഈ ഫ്ലക്സ് നശിപ്പിക്കുന്നു. ഇത് കണ്ടെത്തിയ LDF പ്രവർത്തകരും ആഷിഖും തമ്മിൽ വാക്കുതർക്കമാകുന്നു. വാക്കുതർക്കം വർദ്ധിച്ചതോടെ ആഷിഖ് തൻ്റെ കൂട്ടാളികളെയും കൂടി വിളിച്ചു വരുത്തുന്നു. ഇതോടുകൂടി ആണ്ടൂർ കോണത്ത് വലിയ സംഘർഷമുണ്ടാകുന്നു. നിരവധി കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൗഡിയുമായ ആഷിഖും കൂട്ടാളികളുമാണ് ആണ്ടൂർ കോണത്ത് സംഘർഷമുണ്ടാക്കിയത്. പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെയായിരുന്നു ആക്രമണം. ആഷിഖിന്റെ കൂടെ ഗുണ്ടകളായ ഫൈസി, ഫഹദ് എന്നിവരുമുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ തന്നെയുള്ള സ്ഥിരം കുറ്റവാളിയായ മയക്കുമരുന്നിന് അടിമയായ ഒരു ആളെ നമ്മളെ നാട്ടുകാരും എല്ലാവരും ഇവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അത് എനിക്ക് ഇവിടെയുള്ള എല്ലാ ബോർഡുകളും എടുക്കണം, ഇവിടെ ഒരു AKG സാംസ്കാരിക സമിതിയുണ്ട്, അതിനകത്ത് പ്രവേശിക്കണം, അത് ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ചെന്നവരുടെ പറഞ്ഞു അദ്ദേഹത്തെ വിട്ടുകൊടുക്കും, അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ, നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഞാൻ ചെന്നിറങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പാള് പോലും മാരകായുധം വലിച്ചെടുത്ത് എന്നെ ആക്രമിക്കാൻ വരികയും ഈ ആക്രമിക്കാൻ വരുന്ന കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ 3-4 പയ്യന്മാർ വേറെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും മയക്കുമരുന്നിന് അടിമയാണ്. ഇവരെല്ലാവരും ചേർന്ന് എന്നെ മാരകമായി മർദ്ദിക്കുകയും തലയ്ക്കും തോളിലും ഷോൾഡറിലും എന്താണ് എന്ന് വിഷയം തിരക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആക്രമിക്കുകയാണ് ഉണ്ടായത്. സംഘർഷത്തിൽ പഞ്ചായത്ത് അംഗമായ ഷാജി അഹമ്മദിനും CPM പ്രവർത്തകനായ സജികുമാറിനുമാണ് പരിക്കേറ്റത്. ഇരുവരെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മംഗലപുരം പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.